ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി കൃഷിനോട് ഒരു അപരിചിതനെ പോലെ സംസാരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ക്ഷമിക്കുമെന്ന് വിചാരിച്ചോ? അതിനി ഉണ്ടാവില്ല. എന്നെ കൃഷ് സാർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണീര് വരെ വറ്റിപ്പോയി. കൃഷ് സാറുണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇനി ജീവിച്ചു കാണിക്കും. ഇനിയിപ്പോൾ അലിഗയിലെ ജോലിയൊന്നും ഞാൻ ഉപേക്ഷിക്കാനും പോകുന്നില്ല. അയാൾ വേണമെങ്കിൽ സ്വയം ഒരു കാരണമുണ്ടാക്കിയിട്ട് എന്നെ പുറത്താക്കട്ടെ എന്ന് കൺമണി പറയുമ്പോൾ കൃഷ് പറയാണ്, കൺമണി പ്ലീസ് എനിക്ക് ഈ ഒരു തവണ മാപ്പ് താ കൺമണി. ആ കൃഷ് സാറ് ചിലപ്പോൾ പാവമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയാണ്, ആ കൃഷ് സാറ് പാവമോ? പെണ്ണുങ്ങളെ ചവിട്ടി തേക്കുന്നതാണോ അയാളുടെ സ്വഭാവം? അദ്ദേഹത്തിന് മാപ്പും സോറിയൊക്കെ കൊടുത്തിട്ട് എനിക്ക് മതിയായി. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. അയാളുടെ പേരും പറഞ്ഞിട്ട് ഈ അപരിചിതൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിനി കൃഷ് സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അയാളുടെ മുന്നിൽ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും. എൻ്റെ മനസ്സിൽ അയാൾ എന്നോ മരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനാണ്? താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ കൃഷ് സാറിനേക്കാൾ എത്രയോ ഭേദമാണ് വരുണെന്ന് പറഞ്ഞിട്ട് കൺമണി കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം ആകെ തകർന്ന അവസ്ഥയിൽ കൺമണി വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ ധനലക്ഷ്മിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഒന്നും മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന കൺമണിയെ പിടിച്ചു നിർത്തിയിട്ട് ധനലക്ഷ്മി പറയാണ്, ഒരു കുടുംബത്തിലെ എല്ലാവരെയും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് അവരുടെ സമാധാനവും കളഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? ഇപ്പൊ നീ എങ്ങോട്ട് പോയിട്ടാണ് വരുന്നത്? ഇങ്ങനെ തോന്നുമ്പോ പോവാനും കയറി വരാനും ഇനി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കെ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ്. എന്താ ഞാൻ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അല്ലെങ്കിലും എനിക്കറിയാം നിന്റെ നിയന്ത്രണം വിട്ടിരിക്കുകയാണെന്ന്. ഇനി ഇതുപോലെയൊന്നും ഇവിടെ നടക്കില്ല. ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൃഷിനെ കാണാൻ ജയിലിലേക്ക് പോയതാണെന്ന്. സത്യം പറയടി, നീ എങ്ങോട്ടാണ് പോയത്? അത് പറയാതെ നിനക്ക് ഈ വീട്ടിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. എൻ്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇനി നിനക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് ഞാൻ തീരുമാനിച്ച് കഴിയും ചെയ്തു. ഞാൻ അകത്തേക്കാണ് പോകുന്നത് എന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, നീ എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും പറയാണ്, ഞാൻ അകത്തേക്ക് തന്നെ കയറും, അത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി കൺമണിയെ ഡി എന്ന് വിളിച്ച് തല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ തന്നെ കൺമണി ധനലക്ഷ്മിയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയാണ്. ധനലക്ഷ്മി അപ്പൊ തന്നെ അവിടെ വീഴുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീനിവാസനും ഗോകുലും എത്തുന്നുണ്ട്. ശ്രീനിവാസനോടും ഗോകുലിനോടും ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നെ തല്ലു കൊല്ലാണ് ഇവളെന്ന് പറയുമ്പോൾ കൺമണി ധനലക്ഷ്മിയെ വീണ്ടും പറയാണ്, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ആളാണ് നിങ്ങൾ. ഇത്രയും കാലം കരഞ്ഞും കാലുപിടിച്ചും ഞാൻ നിന്നു. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് എന്ന ബഹുമാനവും ഞാൻ തന്നു. പക്ഷേ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ് ഒരു തരുമ്പ് സ്നേഹം പോലും നിങ്ങൾക്ക് എന്നോടില്ലെന്ന്. എല്ലാം കഴിഞ്ഞിട്ടും ഇനി എന്നെ ഭരിക്കാൻ വരികയാണോ നിങ്ങൾ? ഇനി എനിക്ക് എൻ്റെ വഴി, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനോ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ ഇനി നിങ്ങൾ വന്നാൽ തീർത്ത് കളയും നിങ്ങളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ഉള്ളിലേക്ക് പോവുകയാണ്. വീണ്ടും കൺമണിയെ വിളിച്ചിട്ട് ധനലക്ഷ്മി പറയാണ്, എടി കൺമണി, നീ പാമ്പിനെയാണോ നോവിച്ചു വിട്ടത് എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഇപ്പൊ നോവിച്ചു വിട്ടതേ ഉള്ളൂ, ഇനി ഞാൻ അവരെ തീർക്കുമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അത്രയ്ക്കായോ നീ എന്ന് പറയുമ്പോൾ കൺമണി വീണ്ടും പറയുന്നുണ്ട്, വിഷപ്പാമ്പുകളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് കൺമണി പറയുന്ന സമയത്ത് ധനലക്ഷ്മി പറയാണ്, എന്നാ നോക്കിക്കോ, ഇന്ന് നീ അന്തി ഉറങ്ങുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ കൺമണിയോട് ചോദിക്കാണ്, എന്ത് പറ്റി മോളെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയണേ, എനിക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയില്ല അച്ഛാ, എൻ്റെ ജീവിതം എങ്ങോട്ടൊക്കെയോ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗോകുല് പറയാണ്, അപ്പോൾ പേടിക്കാതിരിക്കേ, വരുണായിട്ടുള്ള കല്യാണം എന്തായാലും മുടങ്ങിയല്ലോ, കൃഷ് സാറിനെ പിന്നെ നമുക്ക് എളുപ്പം തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന് പറയുമ്പോൾ കൺമണി ഗോകുലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, മിണ്ടിപ്പോകരുത്, നിന്റെ ഒരു കൃഷ് സാറ് ഇനി ആ പേര് പോലും ഇവിടെ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിട്ട് കൺമണി ഉള്ളിലേക്ക് പോവുകയാണ്. ഗോകുൽ അപ്പോൾ അപ്പേ അപ്പേ എന്ന് വിളിച്ചുകൊണ്ട് കൺമണിയുടെ പിന്നാലെ പോവുകയാണ്. അതിനുശേഷം കൺമണിയുടെ റൂമില് കൺമണിയും ഗോകുലും കൂടി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഗോകുല് കൺമണിയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി അപ്പേ, കൃഷ് സാറുമായിട്ട് എന്തെങ്കിലും
പ്രശ്നമുണ്ടോ? അതിന് ക്രിഷ് സാറ് ജയിലിലല്ലേ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ കൺമണി പറയാണ് ക്രിഷ് സാറ് പുറത്തിറങ്ങി, സാറിന് ഇന്ന് ജാമ്യം കിട്ടിയടാ എന്ന് പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട് ആണോ, സത്യം തന്നെയാണോ, ക്രിഷ് സാറ് പുറത്തിറങ്ങിയോ? പിന്നെന്താ അപ്പയ്ക്ക് ഒരു സന്തോഷമില്ലാത്തത് ക്രിഷ് സാറ് പുറത്തിറങ്ങിയിട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് കൺമണി പറയാണ് ക്രിഷ് സാറ് ഇപ്പൊ എന്റെ ആരുമല്ലടാ, സാറിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ആരുമല്ലെന്ന് പറഞ്ഞിട്ടാണ് സാർ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൺമണി ഗോകുലിനോട് തുറന്നു പറയുകയാണ്. എന്നിട്ട് കൺമണി ഗോകുലിനോട് ചോദിക്കുകയാണ്, സാർ ഈ ചെയ്തതെല്ലാം അംഗീകരിക്കാൻ പറ്റൂടാ എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇല്ല അപ്പേ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ക്രിഷ് കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഗോകുൽ പറയാണ്, അപ്പൊ ഫോൺ എടുക്കണ്ട, ഞാൻ ഫോൺ എടുക്കാന്ന് പറഞ്ഞിട്ട് കൃഷിനോട് ഹലോ ആരാ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഗോകുലാണോ നീ? ഞാനാടാ എന്ന് പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, പേര് പറഞ്ഞാലേ എനിക്കറിയൂ, ആരാ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ കൃഷ് സാറാണ് എന്ന് പറയുമ്പോൾ ഗോകുൽ പറയാണ്, എൻ്റെ കൃഷ് സാറോ? എൻ്റെ കൃഷ് സാറ് ഇങ്ങനെയല്ല, എൻ്റെ കൃഷ് സാറ് നല്ല സ്വഭാവവും നല്ല നട്ടലുള്ള ആളുമായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ള കൃഷ് സാറ് വേറെ ഏതോ ഒരു ആളാണ്. എൻ്റെ അപ്പയെ രാജകുമാരിയും ആ കൃഷ് സാറിനെ രാജകുമാരനുമായിട്ടാണ് ഞാൻ കണ്ടത്, എന്നാൽ എൻ്റെ അപ്പ ഇപ്പോഴും രാജകുമാരി തന്നെയാണ്, എന്നാൽ ആ കൃഷ് സാറ് ഇപ്പോൾ ഒരു രാക്ഷസനാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ എൻ്റെ അപ്പയെ വേദനിപ്പിക്കുകയോ കരയിക്കുകയോ ചെയ്യരുത്, ഇനി എൻ്റെ അപ്പയെ വിളിക്കരുത്, ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഗോകുൽ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം കൺമണി ഗോകുലിനോട് പറയാണ്, താങ്ക് യു ഗോകുൽ, എനിക്ക് വേണ്ടി സംസാരിക്കാനും എൻ്റെ സങ്കടങ്ങളും കേൾക്കാനും നീയുണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറയുമ്പോൾ ഗോകുൽ പറയാണ്, കാര്യങ്ങളൊക്കെ എന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ കൺമണി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുലിന് വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട്, എടാ ഗോകുലെ, എനിക്ക് അത്രയും സഹിക്കാനാവാതെയാണ് ഞാൻ ഏട്ടത്തിയെ തല്ലിയത്, നിന്റെ അമ്മയെ തല്ലിയതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ പറയാണ്, എനിക്കറിയാം അപ്പയെ അമ്മ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്, അപ്പ സങ്കടപ്പെടണ്ട, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ഗോകുൽ പറയുമ്പോൾ കൺമണിക്ക് സന്തോഷമായിട്ട് കൺമണി ഗോകുലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുകയാണ്. അതിനുശേഷം കൃഷ് നേരെ അലിഗയിലേക്ക് ദേവ്ജിയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ദേവ്ജിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൃഷിനോട് ദേവ്ജി പറയുന്നുണ്ട്, കൺമണി ഒരിക്കലും ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ കൃഷ് ദേവ്ജിയോട് പറയാണ്, ദേവ് സാറിന് അവൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവ്ജി പറയാണ്, ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് കൃഷിന് മനസ്സിലായോ? ചെവിക്കുട്ടി നോക്കി അവൾ നിനക്കൊരെണ്ണം തരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതവൾ ചെയ്തില്ല. ഏതു പെണ്ണിന്റെയും ക്യാരക്ടർ തൊട്ട് കളിച്ചാൽ ആരായാലും റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്തിരിക്കണം, അത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും അവരുടെ പ്രതികരണം. നിനക്കൊക്കെ ഉണ്ടല്ലോ പുരുഷ മേധാവിത്വമാണ്, പുരുഷന് മാത്രമേ എന്തും ചെയ്യാൻ പാടോ, പെണ്ണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കോൺസെപ്റ്റാണ് നിനക്കല്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളോട് അതൊന്നും നടക്കില്ല എന്നൊക്കെ ദേവ്ജി പറയുമ്പോൾ കൃഷി ദേവ്ജിയോട് പറയാണ്, ദേവ് സാർ കൺമണിയുടെ മനസ്സിൽ മാറ്റാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ അതിനു വേണ്ടിയുള്ള ഒരു പരിഹാരവുമില്ല കൃഷിയെ, ഞാൻ പറഞ്ഞില്ലേ കുരുക്കിട്ട ആളെന്നെ ഇത് അഴിച്ചെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ദേവ്ജി പോവുകയാണ്. അപ്പോഴാണ് കൃഷിനെ കാണാനായിട്ട് അങ്ങോട്ട് മാനസ എത്തുന്നത്. മാനസ വളരെ സന്തോഷത്തോടെ വന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, കൃഷ് നീ എത്തിയല്ലേ, ഞാൻ എത്ര പേടിച്ചു എന്നറിയുമായിരുന്നോ, നീ എവിടെയായിരുന്നോ, മീറ്റിങ്ങിന് പോയി എന്ന എല്ലാവരും പറഞ്ഞത്, പക്ഷേ മീറ്റിംഗ് എവിടെയായിരുന്നോ എന്നാണെന്നോ എവിടെയാണെന്നോ എന്നും ആരും ഒന്നും പറഞ്ഞില്ല, ആരും എന്നോടൊന്നും പറഞ്ഞില്ല, മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു കള്ളത്തരം എന്തോ അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഞാൻ എത്ര ടെൻഷനായിരുന്നെന്നോ, കൃഷ് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃഷ് മാനസിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താടി, എന്നെ കാണാത്തതിന് നീ എന്തിനാ ടെൻഷൻ ആവണ് എന്ന് കൃഷ് ചോദിക്കുകയാണ്. അപ്പോൾ മാനസ ചോദിക്കുന്നുണ്ട്, കൃഷ് നീ എന്താ ചോദിച്ചത്, ഞാൻ ആരാണെന്നോ, അതെന്താ കൃഷ് നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, അതെ നീ എൻ്റെ ആരാണ്, മേലാൽ എൻ്റെ പ്രൈവസി കയറിയിട്ട് നീ ഇടപെടരുത്, ആർക്കും തന്നെ അതിന് ഒരു അവകാശവുമില്ല. പിന്നൊരു കാര്യം, ഇനി നിനക്ക് പനിയോ ചുമയോ വന്നാൽ ചുക്ക് കാപ്പി തന്നെത്താനെ ഉണ്ടാക്കി കുടിച്ചോ, അല്ലാതെ എന്നോട് വന്ന് കെട്ടിപ്പിടിച്ചോ എന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചാലേ പനി എനിക്ക് കൂടി പകരാണ് ചെയ്യുക, ഞാൻ മീറ്റിങ്ങിന് പോയാൽ എവിടെ മീറ്റിങ്ങിന് പോയി എന്തിന് മീറ്റിങ്ങിന് പോയി എന്നൊന്നും നീ അന്വേഷിക്കണ്ട, നീയാരാ CIDയോ, ഞാനിവിടുത്തെ MDയും നീയെ GMO ആണ്, കുറച്ചെങ്കിലും നീ ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, സ്റ്റാഫിനെ ഒരിക്കലും വെറുപ്പിക്കുകയല്ല കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്, മേലാൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ
കാണാൻ വന്നാൽ കൃഷി ആരാണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞിട്ട് കൃഷിയെ ദേഷ്യം വന്നിട്ട് പോവുകയാണ്. മാനസയാണെങ്കിൽ ആകെ നാണം കെട്ട് അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് ദേവ് സാറ്. അതിനുശേഷം ധനലക്ഷ്മി അനിരുദ്ധ് സാറിനെ വിളിച്ചിട്ട് കൺമണി തല്ലിയ കാര്യമൊക്കെ പറയുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി പോലീസുകാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് പുറത്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനിവാസനും ഗോകുലും വരികയാണ്. ഗോകുൽ അപ്പൊ ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയാണ്, നിങ്ങളുടെ മോൾ എന്നെ തല്ലിയില്ലേ, അതിന് ഞാൻ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട്, അവര് വരാതെ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല. ഇവിടെ നീതി നിയമം ഒക്കെ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ പോലീസുകാർ വന്നിട്ട് അവളെ കൊണ്ടുപോകും, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നുള്ളൂ എന്ന് ധനലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ലക്ഷ്മിയോട് പറയാണ്, നീയല്ലേ മോളെ അവളെ ആദ്യം തല്ലാൻ പോയത് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അതെ ഞാൻ തന്നെയാണ് തല്ലാൻ പോയത്. ഞാൻ തല്ലിയാൽ അവൾ കൊള്ളണം, മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ, എന്നോട് മാപ്പ് പറയേണ്ടതിന് പകരം അവൾ എന്നെ കയ്യേറ്റം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ധനലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വന്നിട്ട് എന്താച്ചാ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, മോളെ നീ ഏട്ടത്തിയെ തല്ലിയതിന് പോലീസുകാർ വരുമെന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, എല്ലാത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം, എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കണമെന്നോ, അതൊരിക്കലും നടക്കില്ല, ഏട്ടത്തി എൻ്റെ കാലാണ് പിടിക്കേണ്ടത്. ഇനി മുതൽ അങ്ങോട്ട് പഴയ കൺമണിയല്ല, ഏട്ടത്തി പറയുന്നതെല്ലാം കേട്ടും ഏട്ടത്തിയുടെ തല്ലും കൊണ്ട് നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ധനലക്ഷ്മി പറയാണ്, എന്നാ ശരി, ഇനി എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് വനിതാ പോലീസുകാർ വരികയാണ്. അതിലൊരാൾ വത്സല മേഡവുമാണ്. പോലീസുകാർ വരുമ്പോ തന്നെ ധനലക്ഷ്മി അവരോട് പോയിട്ട് കൺമണി തല്ലി എന്നും പിന്നെ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടി പറയുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി പറയാണ്, മേഡം ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വത്സല മേഡം പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആദ്യം തെളിവ് നോക്കട്ടെ, നിന്നെ എവിടെയാണ് അടിച്ചതും തല്ലിയതും എന്നൊക്കെ വത്സല മേഡം ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ദേഹം മുഴുവനും ഇവളെന്നെ തല്ലി ചതച്ചിരിക്കുകയാണ്, ഞാനൊന്ന് കുളിച്ചു അപ്പൊ പാടുകളെല്ലാം പോയതായിരിക്കുമെന്ന് ധനലക്ഷ്മി പറയാണ്. വേറെ എന്തെങ്കിലും തെളിവുകളുണ്ടോ, നിങ്ങളെ തല്ലുന്നത് വേറെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ആ കണ്ടിരുന്നു, ദാ അച്ഛനും എൻ്റെ മോനും കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ വത്സല മേഡം ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, കൺമണി ഇവരെ തല്ലുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയാണ്, ഇല്ല മേഡം, ഞാൻ തല്ലുന്നതൊന്നും കണ്ടില്ല എന്ന് പറയുകയാണ്. ഇത് കാണുന്ന കൺമണിക്കും ഗോകുലിനും സന്തോഷമാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.